നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പാചകം പുത്തമ്മടത്തിലെ രാജമ്മായിയുടെ ഒപ്പാണ്. എൻ്റെ വൈഫിൻ്റെ മുത്തമ്മായിയാണ് രാജമ്മായി. രാജമ്മായിക്ക് മാത്രം അറിയാവുന്ന ചില രുചിക്കൂട്ടുകളുണ്ട്. അത്തരത്തിലൊന്നാണ് ഇവിടെ ഞങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. പുത്തമ്മടത്തിലെ പൊടിമാസ് അതിവിടെയൊക്കെ വളരെ പ്രസിദ്ധമാണ്. 80 മിനിറ്റ് രാജമ്മായി കഴിഞ്ഞ 10-60 വർഷമായിട്ട് എല്ലാ ചക്കക്കാലത്തും ചക്കക്കുരു ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ പൊടിമാസ്. ചക്കക്കുരു ഉപ്പുമാവ് എന്ന പേരിലും ഈ പൊടിമാസ് ചില സ്ഥലങ്ങളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒരിക്കലെങ്കിലും ഇതിന്റെ രുചി അറിഞ്ഞവരാരും ഈ പൊടിമാസ് മറക്കില്ല. അപ്പൊ നമുക്ക് അമ്മായിയോട് തന്നെ ചോദിച്ചറിയാം പൊടിമാസിന്റെ വിശേഷങ്ങള്. ഒപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണുകയും ചെയ്യാം. ആദ്യം തന്നെ ചക്കക്കുരു തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചാൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ പിറ്റേ ദിവസം വൃത്തിയായിട്ട് രാവിലെ കഴുകിയെടുക്കാം. കഴുകി കുക്കറിൽ വേവിക്കാം. കുക്കറിൽ ഒരു 5-8 വിസിൽ കേൾക്കുന്നവരെ വെക്കണമെങ്കിൽ നല്ലോണം വേവുള്ളൂ. കഷ്ണം നകയ്ക്ക വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ്, മഞ്ഞൾ, പിന്നെ മുളക് പൊടി ഇട്ടിട്ട് അടച്ചു വെക്കുക. അടച്ച് വെന്ത് കഴിയുമ്പം തുറന്ന് നല്ലോണം ചൂടോട് കൂടി തന്നെ ഉടയ്ക്കണം. കുത്തി വെള്ളാതി ഉണ്ടെങ്കിൽ ഊറ്റിക്കളയാം. പിന്നെ നല്ലോണം ഉടച്ചു കഴിഞ്ഞിട്ട് അതില് നാളികേരം ചിരകിയതിട്ട് ഇളക്കണം. പിന്നെ വറുത്തിടാൻ സവാള, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് നല്ല ഉഴുന്നുപരിപ്പും കടുകും ആദ്യം ഇട്ടിട്ട് എന്നിട്ട് ഉള്ളിയിടാവും. അല്ലെങ്കിൽ പൂക്കില്ലല്ലോ, കടുക് പൊട്ടില്ലല്ലോ. എന്നിട്ട് വറുത്തിട്ടിട്ട് ഇതെല്ലാം കൂടെ പാത്രത്തിലിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പം ചക്കക്കുരു ഉപ്പുമാവ് റെഡി. അമ്മയുടെ ഒരു സ്പെഷ്യൽ ഇതുണ്ട് കേട്ടോ. അമ്മായി ചിലപ്പോൾ കൊണ്ടാട്ടമുളകാണ് ചേർക്കാറ്, വറ്റൽമുളകിന് പകരം വറുത്തിടുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് ഇവിടെ ഇന്ന് പറഞ്ഞപ്പോ കൊണ്ടാട്ടമുളകും കൂടെ ഇടുമ്പോഴേ നമ്മൾ ആദ്യം ഇട്ട് ഉപ്പില് അതെ, ഇത്തവണ നമ്മൾ ഇവിടെ സാധാരണ മുളക് ഇട്ടത്. അത് നമുക്കത് ഉപ്പിട്ടപ്പോ ഇനി അധികം ആവണ്ടെന്ന് തോന്നിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കൊണ്ടാട്ടമുളക് വറുത്തിടാം വറ്റൽമുളകിന് പകരം, അല്ലേ? അതെ, അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ അത് ഉപ്പിടുമ്പോ അതിനനുസരിച്ച് ചക്കക്കുരു വേവിക്കുമ്പോഴുള്ള ഉപ്പ് അതിനനുസരിച്ചിട്ട് ഇടുക. അങ്ങനെയാണെങ്കിൽ കൊണ്ടാട്ടമുളക് വറുത്തിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം പുത്തമ്മടത്തിലെ പൊടിമാസ്. അമ്മായിയോട് നമ്മൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു പൊടിമാസിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അമ്മായി ഇന്നലെ തന്നെ അത് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ കണ്ടില്ലേ, ഇവരൊരു 2 കിലോളൊക്കെ ചക്കക്കുരു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചക്കക്കുരു വൃത്തിയാക്കണമെങ്കിൽ എത്ര സമയം പിടിക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നലെ തന്നെ ഇവർ ചക്കക്കുരുക്കെ വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. ഇന്നിതിപ്പോൾ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വേവിക്കുന്നത്, എന്തൊക്കെ പൊടികളാണ് ചേർക്കണേന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ 2 കിലോളം ചക്കക്കുരുവാണ് വേവിക്കാനായിട്ട് എടുത്താക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ രുചിക്ക് അനുസരിച്ച് ചേർത്തോളൂ. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. നമുക്കിനി ചക്കക്കുരു വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ചക്കക്കുരുവിൻ്റെ ആ നിരപ്പിനൊപ്പം വെള്ളം ഒഴിക്കാം. ചക്കക്കുരു അത്യാവശ്യം വേവുള്ള കഷ്ണമാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ചക്കക്കുരു ഉപ്പുമാവിൻ്റെ ഒരു പരുവത്തിന് കുത്തി ഉടയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പ്രഷർ കുക്കറിൽ ഒരു 7-8 വിസിൽ വരണ വരെ നമുക്ക് ഈ ചക്കക്കുരു വേവിച്ചെടുക്കണം. ചക്കക്കുരു ഇവിടെ നമ്മൾ 8-9 വിസിലടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രഷറൊക്കെ കളഞ്ഞിട്ട് നമ്മളിവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഈ ചക്കക്കുരു ചൂടോടുകൂടി തന്നെ ഒരു തവി കൊണ്ടൊന്ന് കുത്തി ഉടയ്ക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചക്കക്കുരു തണുക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്. ചൂടോടുകൂടി തന്നെ കുത്തി ഉടച്ചാലാണ് നമുക്ക് ഈ ചക്കക്കുരു നല്ല പൊടിയായിട്ട് കിട്ടുള്ളൂ. ചക്കക്കുരു കുത്തി ഉടച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് ഒരു ബേസിനിലേക്ക് ഇതൊന്ന് പകർത്താണ്. വേവിച്ചുടച്ചു വെച്ചേക്കുന്ന ചക്കക്കുരുവിലേക്ക് നമ്മൾ കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ 2 കിലോളം ചക്കക്കുരുവാണ് വേവിച്ചു വെച്ചേക്കണത്. ഇതിലേക്ക് നമ്മളൊരു 1.5 മുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നാളികേരം ചേർക്കുമ്പോഴാണ് പൊടിമാസിന് രുചി കൂടുതൽ. ഇപ്പം നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്താൽ മതി. നമുക്കിനി പൊടിച്ചു വെച്ചേക്കണ ചക്കക്കുരും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതേപ്പം അമ്മായി ഇവിടെ പൊടിമാസിക്ക് വറവിടാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും സബോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ 2 മീഡിയം സൈസ് സബോളയാണ് എടുത്തേക്കണേന്നാണ് അമ്മായി പറയണത്. അപ്പോൾ സബോളയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 8-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് എടുക്കാം. നമ്മളിവിടെ ഒരു 2 കിലോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 പച്ചമുളകാണ് എടുത്തേക്കണത്. പച്ചമുളകും ചെറുതായിട്ട് നുറുക്കി എടുത്തേക്കുന്നതാണ്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി വേപ്പിലയും നമ്മളിവിടെ നുറുക്കിയാണ് ഇട്ടേക്കണത്. പൊടിമാസിക്കുള്ള വറവിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാക്കാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ 2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കാം. നമ്മളിവിടെ 2-3 വറ്റൽമുളകാണ് പൊട്ടിച്ചേർക്കുന്നത്. അമ്മായി പറയണത് വറ്റൽമുളക് ചേർക്കണേക്കാളും കൂടുതൽ കൊണ്ടാട്ടമുളക് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിന് പകരം കൊണ്ടാട്ടമുളക് പൊട്ടിച്ച് ചേർക്കാവുന്നതാണ്. കടുകും മുളകും പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ സബോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സബോള ഇളക്കണ ആള് മാറിയിട്ടുണ്ട്, ആർദ്രക്കുട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണ പോലെ സബോളയ്ക്ക് ഒരു ഇളം ബ്രൗൺ കളർ ആവണ വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വറവും കൂടി പൊടിച്ചു വെച്ചേക്കണ ചക്കക്കുരുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം ഇവിടെ ഈ പൊടിമാസിൻ്റെ രുചി നോക്കാനായിട്ട് കുട്ടമാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് കുട്ടമാവിനോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഈ പൊടിമാസ് എന്ന്. അപ്പോൾ കുട്ടമാവ് വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട്. അടിപൊളിയുണ്ട്, സാധാരണ മായി ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചക്കക്കുരു ഉപ്മാവിൻ്റെ റെസിപ്പി അവതരിപ്പിച്ചു തന്ന അമ്മായിക്ക് നന്ദി രേഖപ്പെടുത്താണ്. നിങ്ങൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഉപ്മാവ് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഉപ്മാവ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ബായ്.